പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 116ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവന സൃഷ്ടിയെ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ചാർലി മനിയേട്ടാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ള USA നിന്നുമാണ്. ഗ്ലോബൽ പെർസിക്യൂട്ടീവ് ചർച്ച് കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന ആ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഫൗണ്ടറായിട്ടാണ് പ്രിയ ദേവദാസൻ ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു വരുന്നത്. പ്രിയ ദേവദാസൻ 10 വർഷമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്ട്രീറ്റ് പ്രീച്ചിങ്ങും അതോടൊപ്പം തന്നെ അനേക സ്ഥലങ്ങളിൽ സ്തോത്രം പേഴ്സണലായിട്ട് അനേക പ്രിയപ്പെട്ടവരെ കണ്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുവാനും അനേക രാജ്യങ്ങൾ സ്തോത്രം സൗത്ത് കൊറിയ പോലുള്ള സ്തോത്രം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനങ്ങൾക്ക് പ്രൈസ് ലോർഡ്. ലോകത്തെ വിവിധ ഭാഗത്ത് നിന്ന് ജോയിൻ ചെയ്ത സർവ്വ ദൈവമക്കളോട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് മലയാളം വിട്ട് ഭാഷ സംസാരിക്കാത്ത ഞാൻ ശുശ്രൂഷിക്കുന്ന മേഖലയിലുള്ള ചില ജനങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഒരു ഫാമിലി വന്ന് ചേർന്നിട്ടുണ്ട്. ഞാൻ ഒന്നൊന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നേപ്പാളിൽ നിന്ന് ചോദിച്ചോട്ടെ. जय यीशु मसीह की। विकेश पास्टर जी, मेरा आवाज आप तक पहुंच रही है नेपाल तक? जय यीशु मसीह की। यस सर। हाँ जी, बहुत बढ़िया। हाँ, मैं बीच में थोड़ा वचन जो आज प्रचार जो पवित्र आत्मा ने मेरे मन में दिया है मैं वो बोलूंगा। आप वो नेपाली भाषा में भी पढ़ के सहायता कीजिएगा, ठीक है? और खुदावंद आपको भी सहायता करें। नेपाल में बहुत ज्यादा വിപത്തി है और आप लोग सब ठीक ठाक है मैं विश्वास करता हूँ. നേപ്പാളിൽ കഴിഞ്ഞ ദിവസം നടന്ന വർഗീയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒത്തിരി കുരുതികളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഡയറക്റ്റ് പെർസിക്യൂഷൻ മേഖലയിൽ നിന്നാണ് ഡയറക്റ്റ്ലി ഇപ്പോഴത്തെ ഈ മീറ്റിംഗിൽ വന്ന് ദൈവജനങ്ങൾ വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനങ്ങളോട് എനിക്ക് ഒരു കാര്യമേ അപേക്ഷിക്കാനുള്ളൂ. ഇവിടെ ആര് പ്രസംഗിച്ചെന്നല്ല പ്രസക്തി, നമ്മളുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നാണ് പ്രസക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ രക്ഷകൻ നമ്മുടെ നടുവിലുണ്ടോ എന്നാ പ്രസക്തി. കുറച്ചു മുമ്പേ സിസ്റ്റർ കുറച്ച് ഏറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാഷകളൊക്കെ തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലാതെ നമുക്ക് പുകഴാനും പ്രശംസിപ്പാനും അതിലൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവജനങ്ങളെ ഒന്നുകൂടെ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എസ്പെഷ്യലി സിസ്റ്റർ സിജി സൗദി അറേബ്യയിലായിരുന്ന കാലം മുതല് ആ സമയത്ത് ഒരു മീറ്റിംഗ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏതോ ലിങ്കിൽ നിന്നാണ് വന്നത്, ആരോ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു. ആ സമയത്ത് ഇച്ചിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെങ്കിൽ ആ മീറ്റിങ്ങിനകത്ത് അന്ന് കയറി ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ദൂത്, ദൈവം ഇന്നത്തെ ദിവസം അത് നിവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമേറെയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവാത്മാവ് ഒന്ന് അരുളിയാൽ അത് വെറുതാവായി പോകത്തില്ല. വചനത്തിൽ പറയുന്ന ഒരു വചനം എടുത്ത് വായിപ്പിക്കാനില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ള അപ്പത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സോ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ താഴ്ത്താം, സമർപ്പിക്കാം. അപ്പനെ ആപ്കോ സമർപ്പൺ കരെങ്കെ. ദൈവാത്മാവ് നൽകിയ ഒരു കാഴ്ചപ്പാട് ഞാൻ നമ്മുടെ നടുവിൽ ദൂതായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കാം. ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം അല്ലെ ടോപ്പിക് എന്ന് പറഞ്ഞത് ദ കോസ്റ്റ് ഓർ ദ സാക്രിഫൈസ് ടു ലിവ് എ ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. അതായത് വിശ്വാസമേറിയ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ബലിയാകേണ്ടി വരും. What are the sacrifices that we need to do to live a victorious Christian, faithful Christian life? Praise the Lord. Hallelujah. नेपाली भाषा में भी पढ़ के सहायता करना. लूका का सुसमाचार उसका 8वां अध्याय उसका 18वां अध्याय उसका 8वां वाक्य. Praise the Lord. Hallelujah. മലയാളത്തിലും വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ലൂക്ക रचित सुसमाचार 18वां अध्याय उसका 8वां वचन. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. पास्टर जी, क्या आप नेपाली भाषा में पढ़ना चाहेंगे ये वचन को? लूका रचित सुसमाचार उसका 18वां अध्याय उसका 8वां वाक्य नेपाली भाषा में पढ़ लीजिएगा। म तिमीहरूलाई भन्दछु, उहाँले चाँडै नै तिनीहरूको न्याय गरिदिनुहुनेछ। तापनि मानिसको पुत्र आउँदा के उसले पृथ्वीमा विश्वास भेटाउने छ र? आमेन, हालेलूया. अपने आंखों को बंद करेंगे, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തന്ന ഈ നല്ല സമയത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കർത്താവെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും യാദർച്ഛ്യമല്ല. അങ്ങയുടെ മുൻ നിയമനത്തിൽ ഈ മീറ്റിംഗിൽ കർത്താവെ ഏതൊക്കെ ജനങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് ലോകത്തിൽ നിന്ന് കടന്നു വരണമെന്ന് അങ്ങയുടെ ആ ഒരു നിർണയം ഉണ്ടാകാതെ ആകയാൽ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ വചനം വിളമ്പുന്നത് ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കാരണമായി തീരട്ടെ, അനേകർ കർത്താവ് വിടുതലിന്റെ കാരണമായി തീരട്ടെ, അനേകർക്ക് ഉദ്ധാരണത്തിന്റെ കാരണമായി തീരട്ടെ. കർത്താവെ, ആരേലും കർത്താവെ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരാൻ ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. खुदावंदा, नेपाल के क्षेत्र को आपके हाथ में समर्पण करते हैं. सभी भाई बहनों को हालेलुया आपके सुरक्षा के दायरे में रखे. हिमाचल प्रदेश से और दुनिया के विविध क्षेत्रों से जो हमारे भाई बहना के जुड़े हैं, उन सभियों को आपका आशीषों का अंबार आप खोल कर दे और सभियों को आदर करे. आज का वचन सभियों के जीवन में दृढ़ता और स्थिरता और आपके वचन में आगे बढ़ने के लिए सहायता करे. അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ കാൽദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകിയാൽ കർത്താവെ, ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനത്തിന്റെ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ലോർഡ്. ഈ വചനം വളരെ സുപരിചിതമാണ്. മനുഷ്യപുത്രൻ വരുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രൈസ് ലോർഡ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം 33.5 വർഷമായിരുന്നു കർത്താവ് ആയിരുന്നത്. പക്ഷേ 33.5 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നെങ്കിലും അതിനകത്തുനിന്ന് 3.5 വർഷം മാത്രമേ ഉള്ളൂ പിതാവിന്റെ അല്ലെങ്കിൽ സ്വർഗീയ പിതാവിന്റെ ആ വേല പൂർത്തീകരിക്കാൻ ഉപയോഗിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ജനിച്ച കുടുംബം, അതായത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയാൻ ഒക്കത്തില്ല, അദ്ദേഹം വാടകയ്ക്ക് കർത്താവ് ഉപയോഗിച്ച ഒരു സന്ദർഭം, അതായത് യോസഫും മറിയയുടെയും കുടുംബത്തിലാണല്ലോ യേശു കർത്താവിന്റെ ജനനം. അപ്പൊ ആ കുടുംബത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് യേശു കർത്താവ് 30-ാം വയസ്സ് വരെ ചെയ്തത്. അതായത് പിതാവായ യോസഫ് തച്ചനായിരുന്നു. അപ്പോൾ വചനത്തിൽ നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് ഡീപ്പായിട്ട് അവർ ധ്യാനിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യേശു കർത്താവിനെ ഒരു ഭാഗത്തിൽ തച്ചന്റെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. തച്ചന്റെ പണി ചെയ്യാത്ത ആളിനെ തച്ചന്റെ മോനെ എന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പിതാവിന്റെ കാര്യമല്ല പറഞ്ഞത്. മകൻ അപ്പന്റെ ആ പ്രൊഫഷൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു വിളി ആരെങ്കിലും കേൾക്കുമോ? വാട്ട് യു തിങ്ക്? ഒരിക്കലുമില്ല. അദ്ദേഹം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവ് തച്ചന്റെ പണിയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ മറുഭാഗം കിടക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ 12-ാം വയസ്സിൽ കാണുന്നുണ്ടല്ലോ വചനത്തില് യേശു കർത്താവ് ആലയത്തിൽ മാതാപിതാക്കള് അവരറിയാതെ മുൻപോട്ട് യേശു കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് പൗതി വഴിയിലാ മനസ്സിലാവുന്ന യേശു കർത്താവ് ഇല്ലെന്ന്. അപ്പോൾ യേശു കർത്താവ് 12-ാം വയസ്സായുള്ള ബാലനായിരുന്നപ്പോൾ പോലും ആലയമാകുന്ന വീട്, അതായത് എന്റെ പിതാവിന്റെ വീടാണല്ലോ ഇതെന്ന് ഉള്ള ഒരു സന്ദർഭം നമ്മളിവിടെ കാണുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ അവിടെ ദൈവത്തോടുള്ള കൂറുണ്ടെങ്കിൽ പോലും പിതാവായ ദൈവത്തോടുള്ള ആ ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ട സമയത്ത് തന്നെ അദ്ദേഹം 30 വയസ്സ് വരെ വചനത്തിൽ എങ്ങും എഴുതിയിട്ടില്ല യേശു കർത്താവ് ഒരു അത്ഭുതം പോലും ചെയ്തത്. അതായത് വിച്ച് മീൻസ് 30 വയസ്സ് വരെ യേശു കർത്താവ് പിതാവായ ദൈവമായിട്ട് കണക്ഷൻ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. കണക്ഷൻ ഉണ്ട്, പക്ഷെ അതേ സമയത്ത് തന്റെ ഈ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ വിശ്വാസത്തിന്റെ ആ ഒരു ഇന്നത്തെ പ്രസംഗ വിഷയം ഒരു വിശ്വാസമുള്ള ഒരു ജീവിതം, അല്ലാതെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ വില കൊടുക്കേണ്ടി വരും. ഒന്ന്, നമ്മുടെ സകല കഴിവുകളും കർത്താവിന് മുൻപിൽ അടിയറ വെച്ചേ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ അനേക ഭാഷക്കാർ സംസാരിക്കുന്നവരുണ്ട്, അനേക പണ്ഡിതന്മാരുണ്ട്, വേദപണ്ഡിതന്മാരുണ്ട്, അനേക സയന്റിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് അവരവരുടെ ലെവൽ ഓഫ് ആ എക്സ്പെർട്ടീസിൽ അവർക്ക് ഭയങ്കര കഴിവാണ്. ദാറ്റ്സ് ഗുഡ്.
പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വലിയൊരു സീറോ ആണെന്ന്. കാരണം ഈ സർവശക്തനായ ദൈവമാണ് നമുക്കിത് ദാനമായി നൽകിയത്. അല്ലെങ്കിൽ പാട്ടുകാരൻ പറയുന്ന പോലെ, ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം അങ്ങയ്ക്കായി നൽകിയിടുന്നു. ഞാനത് മുഴുവൻ പാടാൻ വേണ്ടിയല്ല, ആ ഒരു വാക്ക് വളരെ അർത്ഥമേറിയ പാട്ടാണ്. കാരണം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ദയ തോന്നി തന്നതല്ലാതെ നമ്മുടെ കഴിവും മിടുക്കുവാലും നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തതായിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ, നമുക്ക് ആരാധനയ്ക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനം. ഇനി ഫ്രീഡം ഇല്ലാത്ത രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൽ നമ്മുടെ ജനങ്ങൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്ന് അനേക സ്ഥലത്തു നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് ദൈവാലയത്തിൽ പോകണമെന്ന്. പക്ഷെങ്കിൽ ഇതുവരെ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഏഴകളുടെ നടുവിലാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കുടുംബമായിട്ട്. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, ദൈവം എന്തേലും തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. അതാദ്യം നമ്മൾ റിയലൈസ് ചെയ്യണം. അത് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ ഒന്നുമില്ലെന്ന് അഗ്രി ചെയ്യുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ അതിനകത്ത് നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു കാരണം എന്താണെന്നറിയാമോ? നമ്മൾ മുഴുവൻ തണ്ടു വിട്ടിട്ടില്ല. യോനയെ പോലെയാ. എന്താണ് യോനയുടെ സിറ്റുവേഷൻ? യോന നല്ലൊരു ദേവദാസനാണ്. പക്ഷേ കർത്താവ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്തു ബ്ലൂ പ്രിന്റിനെ. ഞാൻ ആ പശ്ചാത്തലത്തിലോട് പോവല്ല. എന്നിട്ട് അദ്ദേഹം വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചത് മാത്രമല്ല, അയ്യം വിളിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്ത് വന്ന്, കർത്താവെ ഇനി ഞാൻ മര്യാദയ്ക്ക് ആയിക്കോളാമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഒന്ന് വെച്ച് നോക്കിയേ, വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അത് പാഠമാ. പക്ഷെ നമ്മൾ ഈ പാഠം കൊണ്ട് ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ജനങ്ങൾക്ക് എത്ര അടി കൊണ്ടാലും പഠിക്കുമോ? ഇല്ല. ഞാൻ വചനത്തിന്റെ ഭാഗമാണ് സ്പെസിഫിക്കലി പറയുന്നത്. വചനത്തിൽ ഓരോ ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ആ കാര്യം കഴിവുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അബ്രഹാമിന് പറ്റിയ മിസ്റ്റേക്ക് നമുക്ക് പാടില്ല. നമ്മള് വചനത്തിനകത്ത് മോശയ്ക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഏലിയാവിന് പറ്റിയ മിസ്റ്റേക്ക്, ഓരോ ദൈവദാസന്മാരുടെ ഓരോ ഉദാഹരണങ്ങൾ ബാക്ക് ടു ബാക്ക് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ആ സ്റ്റെപ്പിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ ഉയർന്നു കയറി പോകണം. അതാണ് നമ്മുടെ പിതാവിന്റെ ആഗ്രഹം. പക്ഷേ യേശു കർത്താവ് ഭൂമി വന്നപ്പോൾ കർത്താവ് വന്ന ദൗത്യം കർത്താവിനറിയാം. പക്ഷെ കർത്താവ് അവിടെ ചോദിക്കുവാണ്, മനുഷ്യപുത്രൻ വരുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രൈസ് ലോർഡ്. അപ്പൊ നമ്പർ 1, നമ്മൾ വിശ്വാസമേറിയ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയാത്തത് അല്ലെ. ഇപ്പൊ നമ്മൾ പേരിന് വേണ്ടി വിശ്വാസികളാ, സഭയെ പോയോണ്ട് വിശ്വാസിയായില്ല, കർത്തൃമേശ ഭാഗമായോണ്ട് നമ്മൾ വിശ്വാസിയായില്ല. നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം പറയുന്നത് അത് ആക്ഷനായിട്ട് വരാത്തിടത്തോളം കാലം. ആക്ഷനായിട്ട് എപ്പോഴാ വരുന്നേ? ഇപ്പൊ എന്റെ കുഞ്ഞ് ഇപ്പം 1ാം ക്ലാസ്സിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ 1ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി അവൻ പാസ്സാകാതെ 2ാം ക്ലാസ്സിലോട്ട് പോകുമോ? അവൻ ഇനി എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും പരീക്ഷ അവൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്ര ആണെന്ന് അന്നേരമാണ് അത് റിയലി പുറത്തു വരുന്നത്. പ്രൈസ് ലോർഡ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ് പടകിൽ ഉറങ്ങുന്നുണ്ട്. അത് ആര് മറന്നുപോയി? എപ്പോഴും നടക്കുന്ന 12 ശിഷ്യന്മാര് മറന്നുപോയി. അത് നമ്മൾ അഗ്രി ചെയ്തേലേ പറ്റത്തുള്ളൂ. ചിലർ പറയും അത് നാഥനെ എന്തിനാ ബുദ്ധിമുട്ടിക്കേണ്ടി എന്ന് പറഞ്ഞ് അവര് ബുദ്ധിമുട്ടിക്കാതിരുന്നതാ. അതെല്ലാം ചുമ്മാ പാഴ്വാക്കുകളാ. നാഥൻ പടകിലുണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവര് മറന്നുപോയി. ആ നാഥൻ ആരാന്ന് അവര് മറന്നുപോയി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ, സകലത്തിന്റെ മേൽ അധികാരമുള്ളവൻ അവരുടെ പടകിലുണ്ടെന്ന് അവരങ്ങ് വിട്ടുകളഞ്ഞു. അതെന്താ കാര്യമെന്നറിയാമോ? അവരവരുടെ മീൻപിടി കഴിവിനെയാണ് മുൻപിൽ കൊണ്ട് നിർത്തിയത്. അവിടെ മീൻപിടി കഴിവാണെങ്കിൽ ഞാൻ ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് മുൻപോട്ട് ഇടുവാണ്. നമ്മൾക്ക് എവിടൊക്കെ കഴിവുണ്ടെന്ന് നമുക്കറിയാം. ആ മീൻപിടി കഴിവ് അവർക്കുണ്ടെങ്കിൽ നമുക്ക് വേറെ പല കഴിവുകളുണ്ട്. ഞാൻ ഇനി ആ ഭാഗത്തിലോട്ടും ടച്ച് ചെയ്യുമല്ല. അത് മുൻപന്തി നിൽക്കുന്നോണ്ടാണ് പലപ്പോഴും അത്ഭുതങ്ങൾ നടക്കാത്തത്. അത് മുൻപന്തി നിൽക്കുന്നോണ്ടാണ് പ്രതികൂലം കണ്ടിട്ട് നമ്മൾ ഭ്രമിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മൾ പേടിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വെറും പൊള്ളയാന്ന് മനസ്സിലാക്കണം. ഒരു പ്രതികൂലം വരുമ്പോഴാണ് ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം റിയലി ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഇൻ ആക്ഷൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
खुदावंद का वचन जो आज हम जो सुन रहे हैं वहां पर एकदम बताए यीशु मसीह ने कि जब मनुष्य का पुत्र, जब यीशु मसीह जब वापस आएगा, जब दोबारा आएगा, दोबारा आगमन के समय क्या विश्वास इस पृथ्वी में ढूंढेंगे क्या? क्यों? उसके लिए बड़ी कीमत देनी पड़ेगी, और वो कीमत का एक भाग है हमारे सभी काबिलियत जो है, जो हमारे सभी जो हमको खुदावंद ने दिया जो हुनर जो है, वो कुछ भी नहीं है करके खुदावंद के सामने समर्पण करने का। सबसे पहला हमें कहना है, खुदावंद आपके बिना मैं कुछ भी नहीं, बिन तेरे मैं कुछ भी नहीं। हालेलुया। अगर खुदावंद हमारे लिए हमारे साथ नहीं है, हम दुनिया सारा हमने कब्जा कर लिया, हमारे जैसा मूर्ख इस पृथ्वी में और कोई नहीं। प्रेज लॉर्ड। खुदावंद चाहते हैं कि हम उसके लिए जिए, क्योंकि हम उसके बच्चे हैं। നമ്മൾ ദൈവമക്കളെന്നല്ലേ നമ്മുടെ പേര്? നമ്മളുടെ പേര് വേറെ മക്കളൊന്നും അല്ലല്ലോ. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവിക സ്വഭാവമുള്ള മക്കളായി തീരണം. ദൈവിക മക്കളുടെ ആദ്യത്തെ സ്വഭാവം വിശ്വാസമായിരിക്കണം. പ്രൈസ് ലോർഡ്. ആ വിശ്വാസത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മുടെ കഴിവില്ല, നമ്മുടെ മിടുക്കില്ലെന്ന് നമ്മൾ ആദ്യം സമ്മതിക്കണം. നമ്മൾ സമ്മതിക്കാത്തടത്തോളം കാലം കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരിക്കലും ചിന്തിക്കല്ലേ കർത്താവിന് അസാധ്യമാണെന്നൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. കർത്താവിന് എന്തേലും ചെയ്യണോ, നമ്മൾ അടിയറ വെച്ചേ പറ്റൂ. പ്രൈസ് ലോർഡ്. നമ്മൾ അടുത്തൊരു ഭാഗം, അതിനകത്ത് വിശ്വാസത്തിന് വേണ്ടി കൊടുക്കേണ്ട വിലയുടെ ഭാഗത്തിലോട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിന് ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് നമ്മുടെ കഴിവില്ല, മിടുക്കില്ലെന്ന് നമ്മൾ സമ്മതിക്കണം. രണ്ടാം ഭാഗം, അതിന്റെ വില എന്തുവാന്നറിയാമോ? അതിന്റെ അതേ വചനത്തിന്റെ 22ഉം 23ആം വാക്യം കൂടെ വായിച്ചാട്ട്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയ ഏറ്റവും അത്യന്തികമായ ഒരു ഗുണമാണ് അതേ ഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിറം ഈ പറഞ്ഞ കാര്യത്തിൽ തൊടുമ്പോൾ മാറുന്നെങ്കിൽ എന്നാ മനസ്സിലാക്കിക്കോ, വിശ്വാസിയുടെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും പേര് വെച്ചാൽ മതി. ജഡീകന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വേറെ കാറ്റഗറിയാ. നമ്മൾ ചുമ്മാ ദൈവനാമത്തിന് ദുഷിപ്പുണ്ടാക്കി വെക്കരുത്. ആ വാക്യം കൂടെ വായിക്കാം. दूसरी भाग की ओर आ रहे हैं, वही वचन का जो लूका रचित सुसमाचार 18वां का 22 और 23 नेपाली भाषा में और मलयालम में पढ़ लीजिएगा. Second reason why our faith is not strong. അവൻ പറഞ്ഞത് കേട്ട യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അടുത്ത ഭാഗം കൂടെ വായിച്ചാട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശുവിനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂടെ കടക്കുന്ന എളുപ്പം എന്ന് പറഞ്ഞു. ഇനിയും ആ ഭാഗവും നമുക്ക് വളരെ പരിചിതമാണ്. क्या पढ़ना चाहेंगे? 22 और 23 वही 18 जो लूका रचित सुसमाचार 18वां का 22 और 23 नेपाली भाषा में पढ़ लीजिएगा. मेरा आवाज आप तक पहुंच रहे हैं नेपाल तक पास्टर जी? यस सर, यस. हाँ जी, पढ़ लीजिएगा. यो सुनेपछि येशूले तिनलाई भन्नुभयो, तिमीलाई अझ अरू एक कुराको अभाव छ. तिमीसँग भएका जे जति छन् ती सबै बेचेर गरिबहरूलाई बाँडिदेऊ, र तिमीलाई स्वर्गमा धन हुनेछ. र आऊ र मेरो पछि लाग. तर यी कुरा सुनेर ती शासक अति उदास भए, किनभने तिनी अत्यन्त धनी थिए. आमेन. धन्यवाद, धन्यवाद. उदास हो गया. പ്രൈസ് ലോർഡ്. പണത്തെ തൊടുമ്പോൾ ഒരു വിശ്വാസിയുടെ നിറം മാറുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒത്തിരി കൊള്ളക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കള്ളത്തരം പറഞ്ഞ്, കള്ളം പ്രസംഗിച്ച്, ഇല്ലാത്ത ഓർഫനേജ് പറഞ്ഞ്, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം, നമുക്ക് തന്ന കഴിവ്, ആദ്യത്തെ ഭാഗം ദൈവത്തിന് മുൻപിൽ അടിയറ വെക്കണമെങ്കിൽ അടുത്ത ഭാഗം അടിയറ വെക്കേണ്ട ഭാഗമാണ് നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞ്. നാളെ പാസ്റ്റർ ചാർലി പറഞ്ഞു എല്ലാം വിറ്റിട്ട് പാസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് വഴി ഇറങ്ങാമെന്നല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത്, ഒരു ആവശ്യം വരുമ്പോൾ ദൈവസഭയാകുന്ന കുടുംബം എല്ലാരും ഒന്നിച്ച് ചേർന്ന് നിൽക്കണം. അത് പറയാനാ ഞാൻ വന്നേ.
ഇന്നത്തെ ലോകത്തിൽ എന്തുവാ നടക്കുന്നേ? പേരും പ്രതിമയും, അല്ലെങ്കിൽ പോസ്റ്ററിൽ പേരിട്ടാൽ, അല്ലെ പേരിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ തീർന്നു കിട്ടിയത് തന്നെ. പറഞ്ഞ വാഗ്ദാനം പോട്ട് ഞാനത് പറഞ്ഞിട്ടേ ഇല്ല. എങ്ങനുണ്ട്? ഞാൻ പറയുന്നതില് എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എങ്ങനെ വേറെ ആൾക്കാരെ ദൈവ വഴിയിലോട്ട്, നേർപാതയിലോട്ട് നയിക്കാൻ കഴിയും? നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രണ്ട് ഭാഗത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വെറും പൊള്ളയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാമോ? സ്ഥിരതയുള്ളതായിരിക്കണം. അതൊക്കെ ഡീപ്പായിട്ട് പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഗ്ലോബൽ പെർസിക്യൂട്ടഡ് ചർച്ചിൽ ഒരു വാക്യം എടുത്തിട്ട് 45 ആഴ്ച പരമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, 45 ആഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷമായില്ലേ? 1 വർഷമാകാൻ എത്ര ആഴ്ചകളുണ്ട് ഒരു വർഷത്തില്? 52 ആഴ്ചയുണ്ട്, റൈറ്റ്? അപ്പൊ ഏകദേശം 1 വർഷം ഒരു വാക്യം വചനം എടുത്ത് ജനങ്ങളുടെ നടുവിൽ, ഈ നേപ്പാളിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും അനേക ജനങ്ങളുടെ നടുവിൽ ഒന്ന് പ്രസ്താവിക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വചനത്തിന്റെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒറ്റ വചനം എബ്രായന് ലേഖനത്തിനകത്തെ ഒരു വചനത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 45 ആഴ്ച പരം എന്ന് പറഞ്ഞാൽ എന്റെ ഊഹാഭോഗം ശരിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 വർഷമേലും ഈസി ആയിട്ട് ആ ഒറ്റ വചനത്തിനകത്ത്, അത് അത്ര കഴമ്പുള്ള വചനമാണ്. 3 വർഷം പ്രസംഗിച്ച് തീർത്താൽ പോലും തീരാൻ കഴിയാത്ത വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 45 മിനിറ്റ് ആകപ്പാടെ തന്നിട്ടുള്ളൂ. ഞാൻ 45 ആഴ്ചയുടെ കാര്യമാണ് കുറച്ചു മുമ്പേ പറഞ്ഞത്. ഞാൻ വേറെ രീതിയിലൊന്നുമല്ല പറയുന്നത്. എനിക്ക് സമയം തന്നത് കുറഞ്ഞു പോയെന്നൊന്നും അല്ല പറയാൻ വന്നത്. ഞാൻ പറയാൻ പറഞ്ഞത് വചനത്തിന്റെ ആഴം നമ്മളുടെ ഉള്ളിൽ കയറുമ്പോൾ, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന വചനം നാളെ വേറൊരു ദേവദാസം പ്രസംഗിച്ചാലും നമ്മളിരുന്ന് കോട്ടുവ അടിക്കത്തില്ല. അതെന്താ കാരണം എന്നറിയാമോ? കാരണം ഓരോ പുതിയ ആസ്പെക്റ്റ് ആണ് ദൈവം ആ ഒരേ വചനത്തിൽ നമുക്ക് നൽകുന്നത്. എപ്പോഴും നമ്മള് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. എന്നും ഒരേ കൂട്ടാനാണോ ഉണ്ടാക്കുന്നേ? എന്നും നമ്മള് ഒരേ കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുൻപോട്ടും പുറമോട്ടും. ഒന്നിനകത്ത് നമ്മുടെ കോക്കനട്ടിന്റെ പീരിയായിട്ടിട്ടെങ്കിൽ ഒന്നിനകത്ത് കോക്കനട്ടിന്റെ കൊത്തായിട്ടിടും. കോക്കനട്ട് തന്നെയാണ്, തേങ്ങ തന്നെയാണ്. പക്ഷെ ആ തേങ്ങയെ നമ്മൾ പല രീതിയിൽ ഇടും. പക്ഷെ ഇതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാൻ വന്നത്, വചനമെന്ന ഈ ഫുഡ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് ഭുജിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം പ്രതിദിനം ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ പുറകിലുള്ള 2 സാക്രിഫൈസാണ് ഞാനിപ്പം പറഞ്ഞത്. ഇത്രയും കേട്ടപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനങ്ങൾക്ക് ഒരുമാതിരി, പാസ്റ്ററെ ഇന്ന് ഇങ്ങനെ ഒരു പ്രസംഗം വരുമെന്ന് ചിന്തിച്ചില്ലായിരുന്നു, എന്നാലും കട്ടിയായി പോയി പാസ്റ്റർ, ഇനി അടുത്ത കുറച്ച് ആഴ്ചകളിലൂടെ ഡീപ്പായിട്ട് പ്രസംഗിക്കണമെന്നുള്ളൊരു ചിന്ത ചിലപ്പം വരുമായിരിക്കും. ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് വിശ്വാസം എന്ന് പറഞ്ഞത്, നമ്മൾ എബ്രാനിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ എല്ലാവർക്കും ഡെഫിനേഷൻ അറിയാം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ഈ പറഞ്ഞ കാര്യം ഒരു വാക്യം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. ആ വാക്യം തന്നെ 3 വർഷം പ്രസംഗിച്ചാൽ തീരത്തില്ല. പ്രൈസ് लॉर्ड. जो वचन जो हमने जो पढ़ा, जो थोड़ी देर पहले जो पढ़ा, उसका पहला जो विश्वास के लिए क्या कुर्बानी देनी पड़ेगी? सबसे पहले हमारे काबिलियतों का कुर्बानी देनी पड़ेगी. खुदावंदा, बिन तेरे मैं कुछ नहीं. हालेलुया. आपके बिना मेरी जिंदगी में कुछ भी नहीं है. और दूसरा सबसे मुख्य वाला भाग, जब खुदावंत के राज्य में अगर एक जरूरत पड़े, खुदावंत की कलीसिया में अगर हमारे भाई बहनों को कोई आपत्ति पड़े, तो उनको जो पैसा या फिर जो भी चीज, जो भी रीति में हम उनकी सहायता कर सकते हैं, उसमें अगर हम पीछे हट रहे हैं, पहली बात समझ लो, हम विश्वासी नहीं है, हम ये दुनियादारी में जीने वाले लोग हैं. प्रेज लॉर्ड. ये 2 चीजों में अगर हमारे जिंदगी में अगर हम उसके लिए वो कुर्बानी देने के लिए तैयार नहीं है, हमें विश्वासी नहीं कोई और नाम से पुकारना चाहिए. क्योंकि यीशु मसीह का नाम को हम कलंकित कर रहे हैं. यीशु मसीह का नाम को अगर हमको गौरव लाना है, शान लाना है, तो उसके बच्चों के ना ही जीना है. प्रेज लॉर्ड. प्रेज लॉर्ड. हालेलुया. ഈ വചനം 2 ഭാഗം ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുവാണ്. ഒരു ദൈവ പൈതലിന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്
അവന്റെ ജീവിതത്തിലെ കഴിവ് അവനൊന്നുമില്ല. നാഥാ, അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് പറയുന്ന ആളാണ് റിയലി വിശ്വാസി. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പണത്തെ തൊടുമ്പോൾ നിറം മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആള് വിശ്വാസിയല്ല. മൂന്നാം ഭാഗത്തിലോട്ട് വരാം. പ്രൈസ് ലോർഡ്. ഒരു വചനം കൂടെ എടുത്ത് വായിക്കാം. എബ്രാനിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാം. एब्रानियों का पद 10वां अध्याय उसका 23 और പ്രത്യാശയുടെ 23 पढ़ेंगे नेपाली भाषा में और मलयालम में. वाइचाट. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. प्रेज लॉर्ड. नेपाली भाषा में पढ़ना चाहेंगे? ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഹായങ്ങളെ ഉപേക്ഷയാകാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവർത്തിക്കും. മതി മതി. പ്രൈസ് ലോർഡ്. അടുത്ത വിഷയം പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം കൂടെ എടുക്കും. അതുകൊണ്ട് സഭായോഗത്തെ ആ ഭാഗത്തിലോട്ട് ഞാൻ തൊടുന്നേ ഇല്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വീട്ടിൽ നല്ലപോലെ ഉറങ്ങത്തില്ല, സഭായോഗത്തിൽ നന്നായിട്ടിരുന്ന് ഉറങ്ങും, നന്നായിട്ടിരുന്ന് വീട്ടിൽ ചെയ്യാത്ത മുഴുവൻ പരിപാടികള് ദൈവാലയത്തിൽ വന്ന് മനുഷ്യൻ ചെയ്യും. അത് ലൈവായിട്ട് ഞാൻ ഓൺലൈനിലും കണ്ടിട്ടുണ്ട്, അല്ലാതെ ലൈവായിട്ട് പോയി പ്രസംഗിക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്. കാരണം ഇത് എന്തുവാണെന്നറിയാവോ? ആളുടെ ജീവിതത്തിൽ വിശ്വാസം വെറും പൊള്ളയാണ്. വലിയ വില കൊടുത്തേ പറ്റത്തുള്ളൂ ദൈവജനമേ. ഇവിടെ വായിച്ച വചനം നമ്മൾ കണ്ടോ? മുറുകെ പറ്റുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള വിശ്വാസമല്ല. उस वचन को नेपाली भाषा में पढ़ना चाहेंगे? इब्रानियों का पद उसका 10 का 23. हमारा विश्वास किस प्रकार कड़क होना चाहिए? धन्यवाद खुदावंदा. प्रेज लॉर्ड. हालेलुया. नंदी करता हुए स्तोत्र. पास्टर जी, मेरा आवाज पहुंच रहा है नेपाल तक? അവിടെ ഇച്ചിരി ചെറുതായിട്ടൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട് നേപ്പാൾ രാജ്യത്ത്. एब्रानियों का पद 10 का 23 पढ़ लीजिएगा. हामीले दृढ स्वीकार गरेको आशालाई दोधार नभइकन दरिलोसँग थामी राखौं, किनकि जसले प्रतिज्ञा गर्नुभयो वहाँ विश्वासयोग्य हुनुहुन्छ. दृढ़ विश्वास होने चाहिए हमारे जीवन में. बहुत सारे लोगों के जीवन में विश्वास है, नामदारी विश्वास है. इस तरह जीवन जी के क्या फायदा? हिंदी वो भोजपुरी में एक गीत है, यीशु का नाम सुखदाई, भजन करो भाई, ये जीवन 2 दिन का, ये जीवन है माटी का पुतला. उसके ऊपर अगर एक पत्थर लग जाए पूरी तरह टूट जाएगा और उसका सर्वनाश, उसका कोई उपयोग नहीं कर सकते, इस्तेमाल नहीं कर सकते. इस प्रकार हमारा जीवन नहीं होना चाहिए. इस जीवन में यीशु मसीह हमारे साथ है तो हमारे साथ सब कुछ है. यीशु मसीह के लिए कुर्बानी देने के लिए तैयार है. हमारे इस जिंदगी में हमने सबसे बड़ा धनवान से भी धन इकट्ठा कर लिया समझो. प्रेज लॉर्ड. क्योंकि ये इकट्ठा धन लोग जो करते हैं उनको वो जिंदगी में एक चीज खो जाते हैं. क्या खो जाते हैं मालूम है? उनका चैन और आराम उनका निकल जाता है. क्यों? पैसा इतना भर के है कि चोर कब डकैती मारेगा, या फिर कोई मेरे ही परिवार के लोग मुझे उल्लू बना के इसको चुरा के लेके जाएंगे करके सोचकर वो कभी सो नहीं सकता. क्यों? भरपूर धन है. लेकिन जो एक प्रभु का बच्चा है, जो विश्वास के लिए बड़ी कुर्बानी देने के लिए तैयार है, पहला भाग जो मैंने बोला, जो विश्वास के लिए अपना काबिलियत खुदावंत के सामने जो बलिदान करता है. दूसरी बात, पैसा और जो चीज जो है खुदावंत के राज्य के लिए वो 2 बार सोचता नहीं है, खुदावंत के लोगों के बीच में बांटने के लिए. और तीसरी बात जो है, उसका विश्वास जो है जिसका दृढ़ नहीं है वो पूरा खोखला है. प्रेज लॉर्ड. ഞാൻ ഇവിടെ പറയാൻ വന്ന കാര്യം, പ്രൈസ് ലോർഡ്, ഇവിടെ 3-ാം ഭാഗം നമ്മൾ വായിച്ചത് നമ്മളുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം, വളരെ ആഴമേറിയത് മാത്രമല്ല കുലുങ്ങിപ്പോകാത്തതായിരിക്കണം. പ്രൈസ് ലോർഡ്. ഒരു കാര്യം കുലുങ്ങാതിരിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതൊരു വൃക്ഷമായാലും അതൊരു വീട് പണിഞ്ഞാലും അതിന്റെ ഫൗണ്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു വൃക്ഷത്തിന്റെ ഫൗണ്ടേഷൻ നമുക്കറിയാം, അതിന്റെ റൂട്ട്സ് ആണ്, ആ വേരുകളാണ്. എത്രയും ആഴത്തിൽ ആ വേര് പോകുന്നു അത്രയും അതാ മരം നിൽക്കും. പ്രൈസ് ലോർഡ്. എത്ര കാറ്റ് വന്നാലും പ്രതികൂലം വന്നാലും, പക്ഷെങ്കിൽ
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ബിൽഡിംഗ്, വചനത്തിൽ പുതിയ നിയമത്തിൽ ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല, നമ്മൾ ആത്മീയ ഗ്രഹങ്ങളാണ്. അത് ഒരു പ്രസംഗിക്കേണ്ട വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ ഒരു ലൈൻ അവിടെ ടച്ച് ചെയ്യുക. ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന് ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ പാറയാകുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അത്ര കട്ടിയുള്ളതല്ലെങ്കിൽ, അല്ലെ ആഴമേറിയതല്ലെങ്കിൽ, വാട്ട് ഈസ് ദ യൂസ്? നമ്മൾ കാണുന്നു എത്രയോ ബിൽഡിങ്ങുകൾ നാണ്ട് വെച്ചിട്ട് 5 വർഷമാകുന്നില്ല, 2 വർഷമാകുന്നില്ല, അതേ മാസങ്ങളായ ബ്രിഡ്ജുകൾ നാണ്ട് താഴെ വരുന്നു, പപ്പടം പൊളിയുന്ന പോലെ. എന്താ കാര്യം എന്നറിയാമോ? ഒന്നും ഒറിജിനൽ ഐറ്റം അല്ല അതിനകത്ത് വെച്ച് അത് കൺസ്ട്രക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിനകത്ത് എല്ലാം കളിപ്പീര് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളെ തന്നെ സ്വയം ചോദന ചെയ്യാം, നമ്മുടെ വിശ്വാസത്തിനകത്ത് കളിപ്പീരുണ്ടോ? ഇവിടെ തെരുവീതിയിലൊക്കെ കർത്താവിന്റെ സുവിശേഷം കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാറുള്ളപ്പം US മാത്രമല്ല, കാനഡയിലും വേറെ പല സ്ഥലത്തും ഞാൻ ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി എനിക്ക് വേദികളൊക്കെ ചിലർ വിളിച്ച് ക്ഷണിക്കും. അവര് അങ്ങനെ ആ ഏരിയയിൽ ചെന്ന് ഞങ്ങൾ തെരുവീതിയിലൊക്കെ പ്രസംഗിക്കും. ഇവിടെ ജയിലുകളിലൊക്കെ കയറി ഇറങ്ങി ദൈവകൃപയാൽ പ്രസംഗിച്ച് കുറെ ആൾക്കാർ ദൈവ വഴിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ന്യായമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സോക്കോൾ വിശ്വാസി എന്ന് പറഞ്ഞ ഇന്ന ആൾക്കാരെ അവരെന്താ അങ്ങനെ ജീവിക്കുന്നത്? പാസ്റ്റർ പറയുന്ന കാര്യം ഇച്ചിരി വ്യത്യസ്തമാണല്ലോ. എങ്ങനെ ഇരിക്കുന്നു? നമ്മളുടെ ജനങ്ങളുടെ ഈ കളിപ്പീര് വേൾഡ് ഫേമസാ. നമ്മൾ ചിന്തിക്കും എങ്ങനെയാ, മലയാളത്തിൽ ആ ബേർഡിന്റെ വാക്ക് എങ്ങനെയാന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഓസ്ട്രിച്ചിനെ എന്തോ മലയാളത്തിൽ പറയുന്നേ? ഹൗ ഡു യു സേ ഓസ്ട്രിച്ച് ഇൻ മലയാളം? എന്തോ പക്ഷി എന്നാ അതിന് പറയുന്നേ? കൊക്കു പക്ഷിന്നോ? ഒട്ടകപക്ഷി. ഓക്കെ. ആ ഒട്ടകപക്ഷി ഒരു പ്രതികൂലം വരുമ്പം എവിടെയാ മറിഞ്ഞു നിൽക്കുന്നറിയാമോ? എവിടെയാ? മരത്തിന്റെ കീഴിലാണോ? എവിടെയാ? എങ്ങനെയാ പറഞ്ഞാട്ടെ? ഒട്ടകപക്ഷി ഒരു പ്രതികൂലം ഒന്നും വേണ്ട, അതിന്റെ കുഞ്ഞുങ്ങളെ പോലും അത് ഡേഞ്ചറിലോട്ട് ഇട്ടിട്ട് അത് സ്ഥലം കാലിയാക്കും. അതാണ് ഒട്ടകപക്ഷി. അത് മാത്രമല്ല, അതിന്റെ തല ഭൂമിക്കകത്തോട്ടൊന്ന് കുഴിച്ച് കുറച്ചു നേരം വെക്കും. അത് ചിന്തിക്കുന്ന പ്രതികൂലം അങ്ങ് അതിന്റെ വഴി അങ്ങ് പോയിക്കോളും. എനിക്ക് എന്റെ തൻകാര്യം നോക്കിയാൽ മതി. അതിന്റെ സ്വന്തം അത് എന്താ പറയുന്നത്, ഇട്ട മുട്ടകളെ പോലും അത് ദയവോടെ അത് സൂക്ഷിക്കാതെ അത് പോയെങ്കിൽ പോട്ടെ, എനിക്ക് എന്റെ ജീവനാ കാര്യം. ഇതല്ലേ ഇന്നത്തെ വിശ്വാസികളുടെ സിറ്റുവേഷനും? ഇതല്ലേ നമ്മുടെ ക്രിസ്തീയ ലോകത്തിന്റെ സിറ്റുവേഷൻ? ആ ആള് ദൈവനാമത്തിൽ അടി കൊള്ളുന്നുണ്ട്, ഞാൻ അടി കൊണ്ടില്ലല്ലോ, നമ്മുടെ സഭയല്ലല്ലോ. വചനം പറയുന്നത് കർത്താവിന് ഒരു സഭയേ ഉള്ളൂ. ആരാ ഈ നമ്മുടെ സഭയാക്കിയത്? അല്ലെ എന്റെ സഭയാക്കിയത്? പ്രൈസ് ലോർഡ്. ദൈവജനങ്ങൾ ലോകമെമ്പാടും എവിടെ അവർ പേഴ്സിക്യൂട്ട് ആയാലും അത് കർത്താവിന്റെ ശരീരത്തെയാണ് അവർ തൊടുന്നത് എന്നുള്ളൊരു ബോധം ആർക്ക് വരണം? നമ്മുടെ ജനങ്ങൾക്ക് വേണം. പ്രൈസ് ലോർഡ്. ഞാൻ ഇവിടെ ആരെയും വിമർശിക്കാനോ ഒന്നും ഇരിക്കുവല്ല. ദൈവാത്മാവ് തന്നൊരു ഭാഗം പറഞ്ഞതാ. ഒരു വിശ്വാസമുള്ള ദൈവ പൈതല് അല്ലെ ഒരു ബിലീവർ എന്ന് പറഞ്ഞ ആളുടെ ജീവിതത്തിൽ വേണ്ട കാര്യം, നമ്മളുടെ ക്രിസ്ത്യാനികൾ അല്ലെ ദൈവമക്കള് എവിടെ പീഡിപ്പിക്കപ്പെടുവാന്ന് കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു വിഷമം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? നമ്മൾ വിശ്വാസികളല്ല. കാരണം ഈ ജനങ്ങളെ ഒക്കെ വചനം പറയുന്നത്, ഞാൻ അത് വേറൊരു ഭാഗം എടുത്ത് പിന്നെ പിൻകാലത്ത് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഈ പറഞ്ഞ 3 പോയിന്റിൽ നമ്മൾ എവിടെ ആണ് നമ്മുടെ വീഴ്ച? നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യാം. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സമയം ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ ഒരു ഭാഗം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൗത്ത് കൊറിയയിലാണ്. അദ്ദേഹം തന്നൊരു ലൈവായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഒരു പാസ്റ്ററിനെ സൗത്ത് കൊറിയയില് അദ്ദേഹം സത്യം പ്രസംഗിച്ചെന്ന് പറഞ്ഞ്, സത്യം മീഡിയയിൽ പറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏതാണ്ട് അകത്തിട്ടിരിക്കുക. അദ്ദേഹം ജീവനോടുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നോർത്ത് കൊറിയയിലാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ നടക്കുന്നത്. സൗത്ത് കൊറിയയിൽ ഒത്തിരി പീഡനം ഉണ്ടെങ്കിലും അത്രമാത്രം ഇല്ല. എന്നിട്ട് ഒരു പാസ്റ്റർ സത്യം പറഞ്ഞപ്പോൾ, അപ്പം സത്യം പറയുമ്പോൾ തൊലി പൊളിയും അല്ലേ? അത് നേതാക്കളായാലും പൊളിയും, വിശ്വാസികളാണേലും പൊളിയും. നമ്മുടെ എസ്പെഷ്യലി ആത്മീയ ലോകത്തിൽ പ്രത്യേകമായിട്ട് സത്യം ആർക്കും കേൾക്കാൻ വയ്യ, അല്ലെ അത് സൗകര്യമില്ല. വചനം പറയുന്നത് നിങ്ങൾ സത്യം അറിയും. സത്യം നിങ്ങളെ എന്തുവാ ബന്ധിതരാക്കുക എന്നാണോ വചനം പറയുന്നേ? സ്വതന്ത്രമാക്കും.
നമ്മളുടെ ജീവിതത്തിൽ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് വചനം മുഖേന ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നതിൽ അതിനകത്തുനിന്ന് നമുക്ക് കയറി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഇച്ചൂടെ കറക്റ്റ് ആക്കി ദൈവത്തിന് മുൻപിൽ ഒരു പ്രോപ്പർ പ്രിപ്പറേഷന് വേണ്ടിയാണ്. കാരണം ഇനി കാലമേറെ ഇല്ല. ലോകത്തിലുള്ള സകല സിറ്റുവേഷൻസും കാണിക്കുന്നത് യേശുനാഥന്റെ വരവ് ഏറ്റമാസനമായിരിക്കുന്നു. ഇസ്രായേലില് നമ്മൾക്ക് കാണുന്നത് ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം വചനത്തിൽ പ്രവചനമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ അവിടെ നിൽക്കുന്ന ആ ആലയത്തെ തകർത്തിട്ട് വെറും 3 മണിക്കൂറിന്റെ ഉള്ളിൽ യഹൂദന് അവന്റെ ഓൾറെഡി പ്ലാനും ബ്ലൂ പ്രിന്റും എല്ലാം റെഡിയാണ്. ഏത് നിമിഷവും ആലയം പണിയപ്പെടാം, കാഹളം ധ്വനിക്കാം. നമ്മൾ ഇപ്പോഴും ഇരിക്കുക. എന്തോ ഇരിക്കുന്നേ? അടുത്ത 100 വർഷം കൂടെ കഴിഞ്ഞിട്ടേ കർത്താവ് വരത്തുള്ളൂ. ദൈവജനമേ, ദൈവം എന്നെ കാവൽക്കാരനാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ കാവൽക്കാരൻ ദൈവം തരുന്ന വാർണിംഗ് ആണ് അങ്ങോട്ട് പറയുന്നത്. ഒരുങ്ങാം. നമ്മൾ ആദ്യം തന്നെത്താനെ ഒരുക്കാതെ വേറൊരാളിനെ ഒരുക്കാൻ ഒക്കുവോ? ആദ്യം വെള്ളത്തിൽ നമ്മൾ വീണാൽ നമ്മൾ സ്വയമേ രക്ഷിക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ വേറൊരാളിനെ നമുക്ക് നീന്തി രക്ഷിക്കാൻ കഴിയുമോ? ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നോബഡി ഈസ് കെയറിങ് അബൌട്ട് ഈച്ച് അതർ. പക്ഷെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വേണ്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? തന്നെത്താനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് ദൈവനാമത്തിൽ എന്തോ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുള്ള ബോധം വേണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഭരിക്കാൻ. ഈ പറഞ്ഞ 4 പോയിന്റ് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അടുത്ത ദിവസങ്ങൾ ദൈവാത്മാവ് നമ്മളോട് തന്നെ സംസാരിക്കും. ഈ 4 കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആയാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തീവ്രമായിരിക്കും. അവൻ പ്രാർത്ഥിക്കുന്ന ആമേൻ പറയുന്നതിന് മുൻപിൽ പ്രാർത്ഥന വിഷയത്തിന്റെ ഉത്തരം അവന്റെ അടുത്തെത്തും. പലപ്പോഴും നമ്മുടെ ഈ പ്രാർത്ഥന ഉത്തരം എത്താത്തതിന്റെ കാരണം എന്താ അറിയാം? നമ്മൾ ചിലപ്പോഴും കർത്താവ് ഒരു പക്ഷേ അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസാ. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ദൈവ സാന്നിധ്യമാണ് നമ്മുടെ നടുവിലുള്ളത്. അപ്പൊ നമ്മൾ അപേക്ഷിക്കേണ്ട വിധം അപേക്ഷിക്കണം. കളിപ്പീര് കൊണ്ട് അപേക്ഷിച്ചാൽ കാര്യം നടക്കത്തില്ല. നമ്മുടെ വിശ്വാസം നിർവ്യാജമായിരിക്കണം. മനുഷ്യപുത്രൻ വരുന്ന നാളിൽ, അതായത് കർത്താവിന്റെ 2ാം വരവിന്റെ കാര്യമായി പറഞ്ഞത്, വിശ്വാസം കണ്ടെത്തുമോ? ദൈവജനമേ, ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ ചില പാട്ടിന്റെ ഈരടികൾ പാടാൻ വേണ്ടി ഒരു പ്രേരണ നൽകുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുനാഥന്റെ വരവ് ഏറ്റമാസനമായി. യേശു മसीह का द्वितीय आगमन सबसे निकट है. यीशु मसीह चाहते हैं कि हम उसके लिए जिए, उसके बच्चे हैं तो उसका इज्जत रखे. हमारा बाप का नाम हम कभी नहीं कटाएंगे, बाप का इज्जत कभी मिट्टी में नहीं मिलाएंगे. इस प्रकार हमारे जिंदगी में चाहे जो भी कुर्बानी देनी पड़े, विश्वास के लिए हमें देना पड़ेगा और एकदम खुशी के साथ देना, क्योंकि यीशु मसीह इस सभी चीजों के लिए हमें एक दिन इनाम देंगे. प्रेज द लॉर्ड. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം, ചെയ്യുന്ന സകല പ്രയത്നവും കർത്താവിൽ വ്യർത്ഥമല്ല. അതിനെല്ലാം റിവാർഡുണ്ട്. ആ റിവാർഡ് നമ്മൾ ഇവിടെയല്ല, അങ്ങേക്കരെ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. അങ്ങേക്കരെ കിട്ടണമെങ്കിൽ ഇവിടെ വലിയ പണിയെടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ പണിയെടുക്കാതെ അവിടെയൊക്കെ റിവാർഡ് മേടിക്കാമെന്ന് ചെന്നാൽ അവിടെ പടിവാതിലിന് പോലും എൻട്രി കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ വരവുകളും ഈ കാര്യങ്ങളും എല്ലാം പ്രതികൂലങ്ങളും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് യേശുനാഥന്റെ വരവ് അടുത്തു ആസനമായി. വിശ്വാസത്തെ നമുക്ക് കാക്കാം. നിർവ്യാജമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കാം. സോ മേ ദ ലോർഡ് കണ്ടിന്യൂ ടു ബ്ലെസ് യു. ആൻഡ് ഒരു പാട്ടിന്റെ ഈരടികൾ ദൈവാത്മാവ് നൽകിയത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ആകാശത്തിൻ ശക്തി ഇളകുന്ന ഭൂമിയിലെന്തു ഭവിച്ചു കണ്ടോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്ന ഭൂമിയിലെന്തു ഭവിച്ചു കൊണ്ടോർത്തുകൊണ്ട്, ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരുങ്ങീട, ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട.
മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളന്മാരാവറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളന്മാരാവറ്റമടുത്തു പോയി. പടിയാറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങി. പടിയാറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങി. വിശുദ്ധിയെ തികച്ചും നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചും ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും യെസ്, വലിയൊരു ആത്മീയ പ്രവാഹം. Yes, Lord. May your name be glorified and your name be magnified, Lord. ഞങ്ങളുടെ വിശ്വാസം കർത്താവേ നിർവ്യാജമാകട്ടെ, സ്ഥിരതയുള്ളതാകട്ടെ. അത്ഭുതം സൃഷ്ടിക്കാൻ കർത്താവെ ഞങ്ങളുടെ വിശ്വാസങ്ങൾ കർത്താവെ ഈ ദിവസങ്ങൾ പ്രാർത്ഥന വിശ്വാസത്തിൽ കർത്താവെ വളരെ കർത്താവെ വീര്യമുള്ളതായി തീരട്ടെ. Yes, Lord, we worship you, Lord. We adore you, Lord. അങ്ങയുടെ ജനത്തെ കർത്താവേ അങ്ങയുടെ ഹല്ലേലൂയ ഭുജബലം ഹല്ലേലൂയ അയച്ചു കർത്താവേ ഹല്ലേലൂയ അവരുടെ വിഷയത്തിന് മേൽ അങ്ങയുടെ മഞ്ഞുമഴ അയക്കണമേ പ്രാർത്ഥിക്കുന്നു. Yes, Lord, we worship you, Lord. Adore you, Lord. Hallelujah. രാജാതിരാജാവിന് മഹത്വം, കർത്താവിന് മഹത്വം. Hallelujah, 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 hallelujah. Yes, Lord. Hallelujah. യെസ്, നമ്മുടെ വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം. ഹല്ലേലൂയ. കർത്താവിനെ വരെ ഏറ്റവും ആസന്നമായി മനുഷ്യൻ പുത്രൻ വരുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? ദൈവജനമേ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. തന്നെ ശോധന ചെയ്യണം. ഇന്ന് കേട്ട ആ 4 പോയിന്റ് ഹല്ലേലൂയ വിശ്വാസത്തിന് വേണ്ടി വലിയ സാക്രിഫൈസ് കൊടുത്തേ പറ്റത്തുള്ളൂ. आज जो हमने 4 जो भाग जो सुना विश्वास के लिए बड़ा कीमत हमें देना पड़ेगा. हालेलुया. यीशु मसीह के द्वितीय आगमन में हमको जाना है तो हमको जरूर बड़ी कीमत चुकानी पड़ेगी. कुछ भी फोकट में नहीं मिला है, उसके लिए मोल देना ही पड़ेगा. प्रेज लॉर्ड. हालेलुया. खुदावंद हम सभी को सहायता करे. ഇന്ന് വചനം ശ്രവിച്ച സകല ദൈവജനങ്ങളെയും ജർമ്മനി തുടങ്ങി, കേരളം തുടങ്ങി, സൗദി അറേബ്യ തുടങ്ങി, നേപ്പാൾ തുടങ്ങി സകല രാജ്യങ്ങളിൽ നിന്നും ജോയിൻ ചെയ്ത സകല ദൈവജനങ്ങളെയും ഓൺലൈനിൽ ശ്രവിക്കുന്ന സകല ദൈവജനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്വയം ശോധന ചെയ്യാം. ഈ 4 പോയിന്റിൽ എവിടെയാണ് നമുക്ക് കുറവുണ്ടായിരിക്കുന്നത്? ആ കുറവുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരണം. ഈ 4 പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കർത്താവ് ഉത്തരം നൽകിയിരിക്കും. വിളിച്ചവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വാക്ക് മാറാത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. May the Lord bless you all. ഏഴകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ വളരെ വോളറ്റൈൽ സിറ്റുവേഷൻസിൽ നിന്നാണ് പോകുന്നത്. ഓൾറെഡി ഈ സമയം കൊണ്ട് ഇവിടെ അനേക ദേശങ്ങളിൽ പ്രസംഗിച്ച് 3 പേര് എൻ്റെ എതിരായിട്ട് തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കറിയത്തില്ല, ദൈവജനങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല, ഇവിടെ ഒരു തെരുവീതി പ്രസംഗിക്കുന്ന 31 വയസ്സുകാരനായ, ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അദ്ദേഹം വിഷയം പൊളിറ്റിക്കൽ പറഞ്ഞെങ്കിലും അത് വചനമൊക്കെയാണ് അദ്ദേഹം ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ എൻ്റെ എതിരായിട്ട് 3 പേര് ഈ ദേശത്ത് ഗൺ ചൂണ്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നിന്റെ ഉണ്ട പുറത്ത് വന്നിട്ടില്ല. കാരണം ദൂതന്മാരാണ് മുൻപിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറയാൻ വന്നത്, ദൈവജനങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് മജു ആണ്. പുള്ളിക്കാരിയും ദൈവവേലയിൽ ഞങ്ങൾ ഒന്നിച്ച് ദൈവരാജ്യത്തിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് പൂർണ്ണമായി ദൈവവേലയിലായിരിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് കോട്ടയാകുന്നത്. ദൈവജനങ്ങളോട് സൗദി അറേബ്യയിലും ജർമ്മനിയിലും എല്ലാവരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു, ദൈവനാമത്തിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മോൻ്റെ പേര് എവൻ, 6 വയസ്സാണ് അവന്. തമന്ന മോക്ക് 3 വയസ്സാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ദൈവം ദാനമായി നൽകി, 10 മാസമുള്ള എൽറോയ് മോന്. 3 പേരെയും ഓർത്ത് ദൈവരാജ്യത്തിൽ അവരും ദൈവരാജ്യങ്ങൾ ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ ദൈവവേല അവർ
അവര് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏഴകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സമയം തന്ന ഈ ഗോഡ് ഇസ് ലവ് മിനിസ്ട്രിയെയും സിസ്റ്റർ സിജിയെയും എല്ലാവരെയും ഓർത്ത് ദൈവനാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം പുതുക്കാം, നിർവ്യാജമുള്ള വിശ്വാസം, വീര്യമുള്ള വിശ്വാസം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ഈ 4 സാക്രിഫൈസ് നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? നമ്മളുടെ ജീവിതം വളരെ വിജയകരമായി കർത്താവ് നമ്മളെ നയിക്കും. May the Lord bless you all. Thank you so much. ധന്യവാദ്.